Hey guys, welcome back to V-Talks. ഇന്ന് നമ്മളൊരു ചലഞ്ച് ബാറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കാക്കനാട് എടച്ചിറയുള്ള ഫിഷ് ബേയിലാണ്. സോ അപ്പോ എന്തൊക്കെ ചലഞ്ചസ് അറിയാവോ? അത് നേരത്തെ പറഞ്ഞിട്ട് അതിന്റെ രസമില്ല. ഓരോരോ റൗണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരും. ഓക്കെ ബ്രോ റെഡിയാണോ? ബ്രോ കിഡിലെ ഫുഡ് ഐറ്റം, സ്പെഷ്യൽ സീ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോയിലേക്ക് എടുക്കുന്നത് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കൊടുക്കാൻ പോകുന്നത് കപ്പ് പിരമിഡ് ആണ്. എന്ത് ബ്രോ? ഞാൻ തരാം ബ്രോ. എന്ന് വെയിറ്റ് ചെയ്തേ. എത്ര ധൃതി ബ്രോ ആണെങ്കിൽ ഉണ്ടല്ലോ, മറ്റേ ഇവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ മറ്റേ പേജിൽ കയറിയിട്ട് എല്ലാം കണ്ടിട്ട് ക്രേവിങ്സ് അടിച്ചിട്ടിരിക്കുക. ബ്രോ പക്ഷെ ഇതിനൊരു റൂൾ ഉണ്ട്. എന്താണെന്നറിയോ? കപ്പ് പിരമിഡ് നോർമലി എങ്ങനെയാ കളിക്കണേന്ന്. പക്ഷെ ഇതിനകത്ത് കുറെ കളേഴ്സ് കണ്ടാ. ഇതിനകത്ത് കളർ കറക്റ്റ് അറേഞ്ച് ചെയ്താൽ മാത്രമേ തരത്തുള്ളൂ. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോയ്ക്ക് പച്ചയാണ് തരുന്നത്. ബ്രോ പിടിച്ചോ. ബ്രോയ്ക്ക് മഞ്ഞ പിടി. ഡൊമിനേറ്റർ എക്സിന് നീല. അടിയിൽ 4 എണ്ണമാണ് വരേണ്ടത്. അതിന്റെ തൊട്ട് മുകളിലും 3 എണ്ണം. ആദ്യത്തെ ആ 4 എണ്ണവും ആ 3 എണ്ണം കൂടെ വരേണ്ടത് നീല കളർ ആയിരിക്കണം. മനസ്സിലായോ? അടിയിലത്തെ 2 നേരം വരേണ്ടത് നീല കളർ ആയിരിക്കണം. പൊക്കത്തെയാണ് റെഡ് കളേഴ്സ് വരേണ്ടത്. മനസ്സിലായോ? സോ അപ്പൊ റെഡിയാണ് എല്ലാരും? അങ്ങനെ വെക്കണം. ബ്രോ പൊളിഞ്ഞു പോകാൻ പാടില്ല. ഞാനിവിടെ നോക്കുന്നുണ്ടാവും. ഓക്കെ, തട്ടാൻ പാടില്ല. വേറെ ഒരാളുടെ ഊതാൻ പാടില്ല, തട്ടാൻ പാടില്ല. ഇത് ബ്രോയോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. കേട്ടല്ലോ, അത് ഏറ്റവും വലിയ കള്ളക്കളി ഇയാളാണ്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. സോ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അല്ല, വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അങ്ങോട്ട്. ബ്രോ ചെയ്ത റൂളും തെറ്റാ. ആദ്യത്തെ രണ്ട് നേരം ഈ മഞ്ഞയായിരുന്നു വരേണ്ടത്. രണ്ടാമത്തെ നേരം നീ കൊണ്ട് എന്തിനാ റെഡ് കൊടുത്തത്? അയാള് കറക്റ്റ് ചെയ്തത്. അയാള് കറക്റ്റ് ചെയ്തത്. അപ്പൊ ഡോമിനേറ്റർസ് ഫസ്റ്റ് റൗണ്ട് ജയിച്ചേക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ഫുഡ് ഐറ്റം എന്താണെന്ന് അറിയണ്ടേ? ബ്രോ ഇവിടെ ക്രൂ ഇല്ല. ഇവിടെ ക്രൂ നിൽക്കുന്നത് ക്യാമറയുടെ ബാക്കില്ല. ഇക്ക. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫുഡ് ഐറ്റം കൊണ്ടുവന്നല്ലോ. അപ്പോ ഡൊമിനേറ്റർ എക്സ് ഫിഷ് ഫിംഗേഴ്സ്. ഇതാണ് ഫിഷ് ഫിംഗേഴ്സ്. കഴിച്ചോ. അടുത്ത റൗണ്ടിൽ കിഡിലെ സാധനങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ വിഷമമുണ്ടോ? എന്തിനാന്നോ? ബ്രോ എന്തിനാ ടെൻഷൻ അടിക്കണേ? ബ്രോ ടെൻഷൻ അടിക്കാതിരുന്നേ. ഇത് കഴിച്ചങ്ങട് ആസ്വദിച്ച് കഴിച്ചേ. ഇല്ല ബ്രോ എടുത്തു ഇങ്ങനെ. ബ്രോഡ് ഞാൻ പറഞ്ഞു. ഞാൻ കള്ളക്കളി വല്ലതും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ബ്രോ അങ്ങ് പെട്ടെന്ന് കഴിച്ചത് എന്താ ഇങ്ങനെ? ബ്രോ വാ തുറക്കുമായിരുന്നില്ലേ? ഭാഗ്യം. അയ്യോ ബ്രോ ഇപ്പൊ തിന്നാൻ വേണ്ടി മാത്രം വാ തുറക്കണല്ലേ ഞാൻ കണ്ടത്. അല്ല ബ്രോ കഴിച്ചോ. ജയിച്ച ആൾക്കാർക്ക് നല്ല സാധനം കിട്ടുന്ന. ഏത് ബ്രോയ്ക്കാ? ഏത് ബ്രോയ്ക്കാ? പ്രൊഫഷണൽ പ്ലെയർ. കഴിച്ചങ്ങട് ബ്രോ ഒന്ന് കൊതിപ്പിച്ച ഞങ്ങള്. വേണമെങ്കിൽ ഇച്ചിരി എടുത്ത് കഴിച്ചോ. അടുത്ത റൗണ്ട് ഫുൾ ആയിട്ട് പക്ഷെ വേറെ ഞാൻ പറഞ്ഞു താൻ എന്നെയാണ് പറയണേ. ശരിയടാ. ഇനി ബ്രോ കഴിക്കണം വേണ്ടെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. കേട്ടോ ബ്രോ? സോ ഗൈസ്, അപ്പോ കിഡിലൻ ഐറ്റംസ് എല്ലാം ഇനി വരുന്നുണ്ട് അടുത്ത റൗണ്ട്സിലെല്ലാം. ബ്രോ എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് ബ്രോ? നീ എങ്ങനെ അറിയുന്നത്? ഫേസിലുണ്ട്. ആ ഒരു ഫേസ് കണ്ട എനിക്കറിയാം. അടുത്ത റൗണ്ടിൽ കിട്ടുമ്പോ മനസ്സിലാവും. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. നമുക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോൾ കപ്പ് ചലഞ്ച് ആണ്. ബോൾസ് കൊടുത്തിട്ടുണ്ട്. 5 ബോൾസ് ആണ് ഒരാൾക്കുള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബോൾ ആരാണോ കപ്പിനകത്ത് ഇടുന്നത് ആൾക്കാർക്ക് ഈ ഫുഡ് ഐറ്റം കിട്ടാൻ പോകും. എനിക്ക് ഫുഡ് ഐറ്റം എന്ന് അറിയാമോ? വീട്ടിലൊരു സാധനം. കാക്ക മലന്ന് പറഞ്ഞു. രണ്ടാമത്
അച്ചടാ എന്തി Dominatrix, come on. Come on, Dominatrix, come on. You can. Dominatrix ആണ് നമ്മുടെ കൂടുതൽ ഒരു ഗെയിമർ. The one and only winner is Jector by me. Super machi. Guys, അപ്പോൾ ഫുഡ് ആയിട്ട് എടുത്തിട്ട് വരാം. ബ്രോ മണം വരുന്നുണ്ടോ? ഇല്ല. വരുന്നുണ്ടല്ലേ? പിടിച്ചോ. ഗൈസ് ലോഡഡ് ഫിഷ് ആണ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ വിന്നറായി ജക്ടറിന് കിട്ടിയിരുന്നത്. കണ്ണടല്ലേ ബ്രോ എന്താണത്? ഊരി വെച്ചിട്ട് വരാം. ബ്രോ നോക്കട്ടെ നമ്മളൊന്ന്. അങ്ങനെ 2 കഷ്ണം തരാം. ബ്രോ ഫസ്റ്റ് ബൈറ്റ് എടുക്കട്ടെ ബ്രോ, ശല്യപ്പെടുത്തല്ലേ. എന്റെ പൊന്നടി എന്തൊരു കിട്ടില്ല മണം അവിടെ. അയ്യോ പോയിസൺ ഉണ്ടായിരുന്നോ? ചൂടാണോ? പിന്നെ മഴത്തി കഴിക്കല്ലേ തൊണ്ടേക്കുണെങ്കിൽ ചത്തു. മുള്ള് ഇനി പറ ബ്രോ കറക്റ്റ് ലോഡടാ. ടേസ്റ്റ് എങ്ങനെയുണ്ട് ബ്രോ? ഇങ്ങനെ ഡിലേ ആക്കല്ലേ, കഴിച്ച പടപടാണ്. ലോഡാണത്, ഫിഷ് ലോഡാണ്. സാധനം രണ്ട് തരം സോസ്. 6 മണിയാവുന്നത്. അടുത്ത എനിക്ക് ചലഞ്ച് ജയിച്ചിട്ട് മീൻ കഴിക്കാനുള്ള പ്ലീസ്. മീൻ കഴിക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിരുന്നാ അവിടെ മീൻ പിടിച്ചാൽ തന്നെയല്ല. ആലപ്പുഴയിലൊക്കെ ഈ നീളം ഉണ്ട്, ഈ നീളം. നമ്മളവിടെ ഈ നീളമുള്ള മീനും കിട്ടും. ആലപ്പുഴയിൽ മീൻ കിട്ടില്ല. അതെന്താ? നിങ്ങളുടെ മറ്റേ പ്രാചീന സംഭവം അല്ലത്. അങ്ങനെ മീൻ വന്ന് തന്നോട് പറഞ്ഞാൽ ഞാൻ പ്രാചീന വയസ്സാകാലം ഇയാളെ മറ്റേ വലിയിട്ട് വീഴ്ത്തിട്ട് മറ്റേ അപ്പൊ തന്നെ മറ്റേ തുട്ടിട്ട സംഭവം അല്ലത്. ഇത് വെസ്റ്റേൺ കൾച്ചറാ. ഇത് കണ്ടോ ഓർക്കുണ്ട് ബ്രോ? അതിന് വെസ്റ്റേൺ കൾച്ചർ കാണുന്നത് കൊച്ചിയിൽ വന്നിട്ടല്ലേ? അവിടെ മറ്റേ പ്ലാവില്ലേ, പ്ലാവില് ഓർക്കുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് കഞ്ഞി കഴിക്കുക. ബ്രോ ഇവിടെ കൊച്ചിയിലാവുന്ന ശേഷമല്ലേ ഇതൊക്കെ കാണുന്നത്? ബ്രോ അത് ഞാൻ പേരെന്താ? ഫോർക്ക്. ഫോർക്ക്? അയ്യോ ഫോർക്ക് അല്ല, പിന്നെ അതിന്റെ പേര് ഫോർക്ക് എന്താണെന്നറിയോ? ബ്രോ ഞാനുണ്ട്. ഇതിന്റെ ഉറവിടം എവിടുന്നറിയോ? ആലപ്പുഴ. ആലപ്പുഴ ഫിഷ് ബ്രേഡ് ഫസ്റ്റ് ചെയ്ത് എവിടെയാ? അത് ആലപ്പുഴയല്ല ആണല്ലേ? എന്നാ താൻ ആലപ്പുഴക്കാരെ അങ്ങനെ പൂച്ചിക്കണ്ട കേട്ടോ. ആലപ്പുഴ ആലപ്പുഴ സ്വാഭാവികമായിട്ട് അവിടുത്തെ മെയിൻ ആൾ അവിടെ ഇരിക്കുന്നോണ്ടായിരിക്കും ഫിഷ് ബ്രേ അവിടെ കൊണ്ട് സാധനം ഉണ്ട്. സാറിന് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോ അവരും ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ബ്രോ അങ്ങനെയാണ് ബ്രോ. ഞാൻ എന്റെ ഇനി വാ തുറക്കരുത് നീ കേട്ടല്ല. ബ്രോ ഫ്രഞ്ച് ഫ്രൈസ് എന്താ കഴിക്കാത്ത? ഉള്ള ഫിഷ് എല്ലാം എടുത്ത് മാറി നിന്ന്. ബ്രോ ടേസ്റ്റുള്ള ഐറ്റം അല്ല ആദ്യം കഴിക്കാൻ പറ്റുള്ളൂ. ഇയാൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ആണോ കഴിക്കുക? ഇയാൾ പറഞ്ഞു ഫ്രഞ്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്രഞ്ച് ഫ്രൈസ് ആണോ? ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാ കഴിക്കാറ്. ബ്രോ കഴിഞ്ഞില്ലേ? ഫിഷ് എല്ലാം കഴിഞ്ഞില്ല, തീർന്നില്ല, വയറ് നിറയെ കിട്ടിയില്ല. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് ഒരു ഡ്രോയിങ് ചലഞ്ച് ആയാലോ? ബ്രോ വരയ്ക്കുവോ? വരയ്ക്കാനറിയാമോ? എന്നെ വരച്ച ബ്രോക്ക് ഞാൻ ഇവിടുത്തെ എല്ലാ ഐറ്റം ഞാൻ മേടിച്ചിരും. പാനും പേപ്പറും. ബ്രോനെ വരയ്ക്കണോ? പാനും പേപ്പറും. ബ്രോനെ വരയ്ക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് വരച്ചേക്കട്ടെ. ഒരു ഫോട്ടോ. അല്ലല്ല, നമുക്ക് വരയ്ക്കാനുള്ള ബാസ എന്ന് പറഞ്ഞൊരു ഫിഷാണ്. സൂപ്പർ. ഇതാണ് ബാസ. ഇവിടെ നിങ്ങൾ ഇപ്പൊ കഴിച്ചില്ലേ ഫുഡ് ഫിഷിന്റെ? അത് ഈ ഫിഷിന്റെ ആണ് നിങ്ങൾ കഴിച്ചതല്ല. ഓ ഇതായിരുന്നോ? ഇതാണ്. ഇത് കൊള്ളാവാ ഗൈസ്? ഈ ഫിഷ് ആണെങ്കിൽ ഇവിടെ വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മുള്ളുണ്ടാവില്ല. ആൻഡ് പിന്നെ ഇതിന് സ്മെല്ല് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും തോന്നിയായിരുന്നോ? മുള്ള എന്തെങ്കിലും കിട്ടിയായിരുന്നോ? സ്മെല്ല് ഞാൻ കഴിച്ചില്ലല്ലോ. അതാണ്. സോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് ഏറ്റവും ആലപ്പുഴ ഇല്ലാത്ത സാധനം. എന്ത് മീനാ? ഇത് ആലപ്പുഴ കിട്ടില്ല ബ്രോ. ഇത് കണ്ടറിയാൻ പറ്റില്ല. ചെമ്മീൻ. ബ്രോ മറ്റേ ആനനെ വെച്ച് കിടക്കുന്നല്ല മീനെ പറ്റി കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെന്തിട്ടാ കൂരിയ ഉണ്ട്, കടലുണ്ട്. ബ്രോ മീനുകളൊക്കെ അങ്ങനെ അല്ല ബ്രോ. സത്യം പറഞ്ഞാൽ എത്തുമ്പോഴേ ഈ മീനുകൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കുമ്പിട്ടേക്കും.
എന്നിട്ട് തന്നെ കരയിൽ കയറി വരുമോ? ഇടയ്ക്ക് ഞാൻ എന്നെ കറി വെച്ചാ മതി. കക്ക മാത്രം എന്റെ പൊന്നു ബ്രോ കക്ക വാരാന്ന് പറഞ്ഞ ഈ അതെ, സാധനമല്ല. ഫുഡ് വേണോ? ഇത് വരയ്ക്കണം ഗൈസ്. അപ്പൊ ബോർഡ് എടുക്ക്. അതെ, വേറൊരു കേസ് ഉണ്ട്. ഇതിന്റെ മോന ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങള് ബ്രോ എന്ന കൈ ബ്രോ പെൻസിൽ ഒരു ആർട്ടിസ്റ്റിന് മോനെ ഒന്നും ഒരു കുഴപ്പമില്ല. ബ്രോ എന്ന വായുവിൽ വരയ്ക്കും. ബ്രോ എന്ന വായുവിൽ വരയ്ക്കും. പെൻസിലാണോ? ഓക്കെ, അപ്പൊ 2 മിനിറ്റ് ആണ് ടൈം ഉള്ളത്. ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. 3, 2, 1 സ്റ്റാർട്ട്. കലകൊണ്ട് മറയും വള്ളത്തിന്റെ വരവ് തിരിച്ചോണ്ട് പലരും അടുത്തത് പതിയെ കണ്ണലിന് പുറമെ 3, 2, 1 സോറി ബ്രോ, ബ്രോ ഫ്രണ്ട് വരച്ചില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഫിഷിന്റെ പിക്സ് നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ വക്രീടാണ്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും, കാണിച്ചു തരാം. വക്രീ, ഇതെന്താ ഫിഷ് ആണോ? പിന്നെ ഇത് നിങ്ങൾ അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നേ. വേറെ എന്തായിട്ട് കള്ളത്തരം പറയല്ലേ? അതിന് വാലില്ല, ഇതിന് നീട്ടമുണ്ട്. എനിക്കല്ല എന്റെ പൊന്നു ബ്രോ അത് റിജക്റ്റഡ്. അത് റിജക്റ്റഡ്. അത് മീനേ അല്ല. അതെ, ഇത് ആങ്കർ നോക്കിയേ, അങ്ങനെ നോക്കിട്ട് പറയാം. ആങ്കർ നോക്കിട്ട് പറ. അത് ഞാൻ ഈ ആങ്കറിന്റെ അടുത്ത് കാണിക്കുന്നത് റിജക്ഷൻ തന്നിരിക്കുന്നത്. അതല്ല, ഇതിന് തടിയില്ല, ഇതിന് നീട്ടമില്ല, ഇതിന് നീട്ടമുള്ള മീനാ. അന്ന് പിന്നെ ഞാൻ പറയാം. പള്ളത്തിന് വരച്ച് വെച്ചിരിക്കുന്നു. അതെ, ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോ ഈ കളിയിലെ വിന്നർ ജക്ടോമയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോമിനേട്രിക്സിന്റെ ഇത് കംപ്ലീറ്റഡ് അല്ല, പിന്നെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടില്ല. ഫിഷ് ആണെന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും കൊടുക്കണം. ഇതിനൊക്കെ പള്ളത്തിക്കൊക്കെ കൊടുത്ത എങ്ങനെയാ? ജക്ടോമയോട് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ആ പിക്ചറിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മീനല്ല, അതിന്റെ ഷേപ്പ് ഏകദേശം ഇതിനകത്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. മനുഷ്യ തനിക്ക് കണ്ണ് കാണാമല്ലോ. ഇത് നോക്കണം, നീട്ടമുണ്ട്. ഇത് നോക്കിക്കേ, ഇതാണോ ഷേപ്പ്? അതാണോ നിന്റെ എന്താ? നിന്റെ എന്താ വാഴപ്പഴത്തെ 2 കണ്ണ് വെച്ചാക്കുന്ന അവിടെ മിണ്ടായിരിക്കും. അവിടെ ഇത് ഡൊമിനേട്രിക്സിന് എന്താ പറ്റിയ? സാധാരണ ബ്രഷും പേസ്റ്റ് അല്ല സാധനം. എന്തിന് ബ്രഷും പേസ്റ്റ് പല്ലിയൊക്കെ തനിക്ക് അതല്ലാതെ വേറെ ഫുഡ് ഐറ്റം വേണ്ടേ? കഷ്ടപ്പെട്ട് വരച്ചത്. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റം വരട്ടെ ഗൈസ്. അടുത്തത് ഫിഷ് ആൻഡ് ചിപ്സ്. ഇരിക്കാത്തവർക്ക് ഒരിക്കലും കൊടുക്കല്ലേ ബ്രോ. ഇത് ഞാൻ കളിച്ചു നേടിയതാ, ഞാൻ അടിപൊളിയായിട്ട് വരച്ചതാ. എനിക്കറിയാം കഴിവ്. ഇവിടെ ഒരു വരക്കാരനെ തോപ്പിച്ച് നേടിയത് അത് കഴിവ്. ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് ഇത്. ഒപ്പിടണോ? സൂപ്പർ പണ്ണ്. നമ്മളെല്ലാരും ഇറങ്ങിയിരിക്കേ. മണം മഞ്ഞ സത്യം പറയാലോ, ആ ജനലൊക്കെ തുറന്നിട്ടെ, ആ ചളിയോട്ടെ, ആ മണം അങ്ങോട്ടെ. ഇനി ബ്രോ എന്തൊക്കെ പറയണേ? ഒന്ന് പരിഗണിക്കണേ. എന്തൊക്കെ പറയുന്നുണ്ട് പ്ലീസ്. പുതിയ ബ്രോ കഴി ജോസ് കഴി. ഇതിനൊക്കെ കൂടി ഞാൻ തരുന്നുണ്ട്. ജോസ് കഴി കഴിക്കേ. ബ്രോ ഒഴിക്കട്ടെ. ബ്രോ ഒഴിക്കൂ ബ്രോ. ബ്രോ 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 അത് വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ബ്രോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്റെ ഇതിൽ ഫസ്റ്റ് വരാൻ. ഇയാൾക്കൊക്കെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് വിട്ടു. അതെനിക്ക് കഴിവുള്ള കാരണല്ലേ. ഓഡിയൻസിന്റെ ചെയ്ത് പറയാം, അത് വേറെ കൊടുത്തു കഴിഞ്ഞു. ഓഡിയൻസ് ഇപ്പൊ ഇയാളെ ശരിയാക്കി തരാം. അതെന്താ മൈനസാ? ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ടോ? ഓടി കഴിക്കും ബ്രോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മറ്റേ നിങ്ങളവിടെ മറ്റേ സദ്യ കഴിക്കത്തല്ലേ, അതേ കഴിക്കും. ഒന്നും പറഞ്ഞില്ല. പറയാനുള്ള മൂഡ് പോയി. ബ്രോ പറ, ഇതിന്റെ അഭിപ്രായം പറ. അഭിപ്രായം പറ ബ്രോ. അമ്പോ അത് കലക്കി ബ്രോ. ഇതുവരെ കാണിച്ചാൽ ഏറ്റവും സൂപ്പർ സാധനം. സൂപ്പർ. ഞാനതല്ല സൂപ്പർ, അത് കൊള്ളാം, നന്നായിട്ടുണ്ട് കാണിച്ചു. ഓ ബ്രോ അത്രക്ക് സോഫ്റ്റ് ആണ്, നോക്ക്. അപ്പൊ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയ പോരെ. ഞാൻ ഫിഷ് കഴിക്കില്ലാത്ത എനിക്ക് കഴിക്കാൻ തോന്നുന്നു. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ 3rd റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ ഫുഡ് ഐറ്റം ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ. 4th റൗണ്ടിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് കളിക്കാൻ പോകുന്ന ഗെയിം പെൻസിൽ ഫിൽ. നിങ്ങൾക്ക് 3 പെൻസിൽ വീതം വെച്ച് തരും. ഈ റബ്ബർ പോർഷൻ കണ്ടോ, ഈ ഭാഗം കുത്തിച്ചിട്ട് നമ്മൾ നേരെ ഇതിന്റെ അകത്തേക്ക് ഇടണം. സിമ്പിൾ. സോ സിമ്പിൾ ആണ്. അല്ല സോ സിമ്പിൾ. സത്യത്തിൽ എന്റെ വേണയെ കുറിച്ച് നീക്കി ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 3, 2, 1. അതിന്റെ അകത്ത് വന്നല്ലോ. ആ അങ്ങനെ
ബ്രോ രാവിലെ കഞ്ഞിയാ കുടിച്ചേ. ബ്രോ അന്നിച്ച് പറഞ്ഞോനെ കളിയാക്കുക. ഇനി കളിയാക്കുവോ? ബ്രോ ഇതിനെ ഒരു ശാസ്ത്രീയ രീതി ഉണ്ട്. ശാസ്ത്രീയ രീതിയില്ല, ശാസ്ത്രീയ രീതി. ഈ രീതിയിലാണെങ്കിൽ ബ്രോ നല്ല അടുത്ത റൗണ്ട് കണ്ടോ? അതെ, വേറൊരു കേസ് ഉണ്ട്. നിങ്ങൾ മൂന്നെണ്ണത്തിൽ ഇട്ടില്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും ഫുഡ്. എന്ത് നീ ഇടും? എന്നാ പിന്നെ ഞാൻ അടുത്ത നമുക്ക് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്ന അടുത്ത റൂള്. ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? ഈ തേച്ച കോട്ട എന്തിരിച്ച് ചെയ്യണം? റബ്ബർ ഷോക ട്രൈ ചെയ്തോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എല്ലാരും തോക്കും. താൻ പ്രത്യേകിച്ച് തോക്കും. ബ്രോ അത് അങ്ങനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തോണ്ട് അതിന്റെ അടുത്ത് പോലും എത്തില്ല. സൂപ്പർ. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലെ ചാൻസിൽ ആരും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ തരാം. 1 മിനിറ്റ് തരാം. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇടാൻ പറ്റും. ഓ സൂപ്പർ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അങ്ങ് ബാധിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു റൂൾ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് വീണാ മതി. അതിപ്പോ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും അതിനകത്ത് വീഴ്ത്തുന്ന ആൾക്ക് കിട്ടും. തനിക്ക് ചുമ്മാ ജോലി എവിടെ നമ്മുടെ സ്റ്റാൻഡിലായിരുന്നു. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഫുഡ് ഐറ്റം കൊണ്ടുവരാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത ഫുഡ് ഐറ്റം ഫിഷ് സബ്. ഓ സൂപ്പർ. കഴിച്ചു നോക്കി. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യം എന്തോന്നറിയോ, ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ സൂപ്പർ എന്ന് പറയാ. നമ്മുടെ മറ്റേ ഐറ്റം ഇല്ലേ, എന്ത് റാപ്പിഡ് ബൂസ്റ്ററിന്റെ സെയിം സാധനമാണ്. അല്ല റാപ്പിഡ് ബൂസ്റ്ററിൽ ചിക്കൻ ആയിരുന്നു, ഫിഷ് ആണ്. കഴിച്ചു നോക്കി, എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഓനെ വിഷമമുണ്ടോ? എനിക്ക് എന്ത് വിഷമം. അയ്യോ, എന്താ ബ്രോയ്ക്ക് വിഷമമുണ്ടോ? എനിക്കെന്തിനാ വിഷമം? എനിക്ക് ലൈറ്റ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് KFC കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കീടിലെ സൂപ്പർ. ഹനുമാൻ അതിന്റെ കോമ്പിനേഷൻ ഈ ഫിഷ് ഉണ്ടല്ലോ, ലെറ്റീസ് ആയിട്ട് വരുമ്പോണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ്. ബണ്ണായിട്ട് വരുമ്പോഴോ അത് വേറെ ടേസ്റ്റ്. അതിനൊന്നും തൊട്ടാ കഴിഞ്ഞാൻ പറ്റും. ഏതില്? കഴിക്കാൻ വേണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ബ്രോ, കഴിക്കരുത്. സത്യം ഇല്ല. പക്ഷേ ഈ ബ്രോയുടെ തടിയൊക്കെ നോക്കണമെന്ന് എന്നോട് പ്രത്യേകിച്ച് മമ്മി പറഞ്ഞാ. ബ്രോനെ തടി നോക്കാനല്ലേ ബ്രോനെ എനിക്ക് തടി ഉണ്ടല്ലേ നോക്കേണ്ടി വരുള്ളൂ. ബ്രോ കഴിച്ച ഫുള്ള് കഴിച്ചേ ബ്രോ. ഞാൻ കാര്യം പൊട്ടിത്തെറിയും കേട്ടോ ബ്രോ, ഇങ്ങനെയൊക്കെ പോയാ. വെള്ളം ടച്ച് വെള്ളം കിട്ടാൻ പെട്ടെന്ന് പിടിച്ചോ. പെട്ടെന്ന് കഴിച്ചോ. ജില്ലും പട എന്തിനാ ബ്രോ ഇത്ര ധൃതി? ഈ ബ്രോഡ് തിന്നുന്നതാണെന്ന് എനിക്ക് ഇഷ്ടം. ഞാൻ അതുകൊണ്ടല്ലോ എല്ലാ കളിയും ഇങ്ങനെ ജയിക്കുമ്പോ നിന്റെ ഫുഡ് പോയി കൊടുക്കണേ. ഓക്കെ ആണോ? പിന്നെ ഇപ്പൊ ഓക്കെ പറയുവാണെങ്കിൽ എന്തിനും ഒരു 100% എനിക്ക് ഓക്കെ അല്ല. നിങ്ങൾ കഴിവെച്ചെന്തെങ്കിലും ജയിക്കിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ കഴിക്കേണ്ടി വരുന്നു. കള്ള വിടുവേ. അപ്പൊ എന്തായാലും നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഒന്നും തീർത്തോ? കഴിഞ്ഞു. അപ്പൊ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഗെയിം കാർഡ് ട്രെയിൻ. നമ്മൾ പണ്ട് ട്രെയിൻ ഉണ്ടാക്കി കളിച്ച ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സോ അപ്പൊ ഇത് ഇങ്ങനെ ട്രെയിൻ ഉണ്ടാക്കണം. സോ ഗൈസ്, അപ്പൊ ഇതാണ് ചലഞ്ച്. ഇത് 10 കാർഡ് നിങ്ങൾക്ക് തരും. ഞാൻ ടൈമിംഗ് വെക്കും. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 10 എണ്ണം വെച്ച് കഴിഞ്ഞിട്ട് അത് വിടുക. മനസ്സിലായല്ലോ? അപ്പൊ കറക്റ്റ് അവിടെ വന്ന് വീഴുമ്പോഴത്തേക്ക് ഞാൻ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. ഏറ്റവും കുറവ് സെക്കൻഡിൽ ആരാണ് ചെയ്യുന്നത് ആളായിരിക്കും കളിയിലെ വിന്നർ. ബ്രോ ആണ് ഈ കളിയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം റൂൾ പറയാം. ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഊതലോ കാര്യങ്ങളോ വന്നാൽ അപ്പൊ തന്നെ ഞാൻ റിജക്ട് ചെയ്യും നിങ്ങളെ. ആ പ്ലെയറിനെ ഞാൻ എടുത്ത് കളയും. എത്ര എടുത്താൽ കളഞ്ഞാൽ മതി. പിന്നെ അവനൊന്ന് കളിക്കണ്ടേ ഇനി. 3, 2, 1 സ്റ്റാർട്ട്. 19 സെക്കൻഡ്. 19 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണേ. 3, 2, 1 സ്റ്റാർട്ട്. 16 സെക്കൻഡ്. 16 സെക്കൻഡ് ആണോ? 5 സെക്കൻഡ് കൊണ്ട് ഇവിടേക്ക് വെക്കാൻ പറ്റുമോ? എന്റെ ട്രിക്ക് കോപ്പി അടിക്കരുത് കേട്ടാ. 3, 2, 1 സ്റ്റാർട്ട്. യെസ് കമോൺ. ബാക്കിയൊക്കെ സ്ഥലല്ലേ?
ബ്രോ ഒരു മിനിറ്റ് കഴിഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുവാണെങ്കിൽ 10 സെക്കൻഡ് സെക്കൻഡ് എത്ര സംഘങ്ങളൊക്കെ ഇതൊക്കെ ഗൈസ് ഇതൊക്കെ ഫൗളാണ് ഗൈസ്. ഈ സൈഡിൽ നിന്ന് നമ്മളൊന്നും ചെയ്തില്ല. 2 സൈഡിൽ നിന്ന് എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ 2 സൈഡിൽ നിന്ന് എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഈ ബ്രോ കടന്നിച്ചിരിക്കുന്നു ആ 2 കാറ്റിലാണ് ഇത് 2 വീണേ. പിന്നെ ഇല്ല എന്റെ പൊന്നു ബ്രോ, കാറ്റ് നിങ്ങൾ കണ്ടില്ല. കൈ വെച്ചിട്ടുണ്ടായിരുന്നു, കാറ്റിന്റെ കൈ അടിച്ചില്ല. എഗെയിൻ നമ്മുടെ ഈ ചലഞ്ചിലെ വിന്നർ ജക്ടമേമിയാണ്. ഫുഡ് പോരട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ 4ാമത്തെ ഫുഡ് എന്താണെന്നറിയാമോ ബ്രോ? 4ാമത്തെ ഫുഡ് അല്ല, ശരിക്കും 5ാമത്തെ ഫുഡാണ്. ബ്രോയുടെ 4ാമത്തെ ഫുഡ് ഇത് പ്രോൺസ് ഡൈനാമിറ്റ്. വയറ്റിൽ പോയി പൊട്ടിപ്പോ ബ്രോ, പൊട്ടിത്തെറിക്കും. കഴിക്കല്ലേ ബ്രോ, നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ പ്രോൺസ്? ആമീസിന്റെ പാത്രത്തിൽ ഇങ്ങനെ ആവശ്യം ഇങ്ങനെ ഇവിടുത്തെ കിട്ടില്ല സാധനം. ഇവിടെ സത്യം പറഞ്ഞ 2-3 ഫോക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അതവർക്ക് തെറ്റിപ്പോയിട്ടായിരിക്കും കേട്ടോ. അതൊക്കെ അവിടെ തന്നെ തിരിച്ചു വെച്ചേക്കാം. കളിച്ച് ജയിച്ചാൽ കിട്ടുമായിരുന്നല്ലോ. തോറ്റിട്ടല്ലേ? എന്തോ നീ അവിടെ എന്തോ കാണിച്ച ഒരു ട്രെയിൻ 21 സെക്കൻഡ് ഒരു ട്രെയിൻ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തോ പിടിക്കാൻ പോലും പറ്റുന്നില്ല. പൊട്ടിത്തെറിക്കണോ ബ്രോ? ഇങ്ങനെ പോയ പൊട്ടിത്തെറിക്കും. വയറ് 4-5 മീല ഭാഗത്താക്കി. അത് ഇത് കാണുമ്പോ തന്നെ ഇല്ല, ഞാൻ കഴിക്കില്ല. പക്ഷെ എനിക്ക് കാണുമ്പോ തന്നെ എന്തോ പോലെ തോന്നുന്നു കഴിക്കാൻ. ഞാനൊരു കാര്യം പറയാം, ജക്ടമേമിയുടെ ഗ്രാഫ് ഇപ്പൊ ഇങ്ങനെയാ, നിന്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ. പറഞ്ഞിടിപ്പിക്കുന്നതല്ലേ? 4 ജയിക്കാൻ പറ്റും ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൊന്നും അല്ല കാര്യം. അതിലൊക്കെ തന്നെയാണ് കാര്യം. ഇല്ലേ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാം. എല്ലാവർക്കും തൊണ്ടായിക്കൊണ്ടെങ്കിൽ ചാവും. ബ്രോ പെട്ടെന്ന് കഴിക്കേ. എന്നിട്ടോടെ നമുക്ക് അടുത്ത കിഡ്ലെസ് ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് അടുത്തൊരു വിഷയം സാധനം വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് തനിക്ക് സത്യം പറഞ്ഞ 10-30 വയസ്സായി. കൊളസ്ട്രോള്, BP, പ്രഷർ, സോഡിയം, അത് ഇതൊക്കെ കുറഞ്ഞു പോയ വർക്കൗട്ട് ചെയ്താൽ മതി. ബ്രോ ഇന്ന് 2 സ്റ്റെപ്പ് വരെ ഇങ്ങനെ നടന്ന ടീമല്ലേ ബ്രോ? വർക്കൗട്ട് ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ 50 പുഷപ്പ് ചലഞ്ച്. 50 2 വരെ അടിക്കുവാണെങ്കിൽ സമ്മതിക്കാം ബ്രോ. ബ്രോയുടെ വയറ് തട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. വിചാരിക്കില്ലേ? അപ്പൊ ഞാൻ 51 ആയിരിക്കും. ഓ സൂപ്പർ ബ്രോ. ബ്രോ പുഷപ്പ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ആദ്യം അടിച്ചു കഴിയുന്ന ആൾക്ക് ബ്രോ എന്ത് മേടിച്ചു കൊടുക്കും? പറയണ സാധനം നമ്മളെപ്പോഴും പറയണ സാധനമല്ല വാങ്ങിച്ചു കൊടുക്കാറ്. എനിക്ക് കൊച്ചിയിൽ ഒരു 2 ഏക്കർ സ്ഥലം വേണം, ഒരു വീട് വേണം, മേടിച്ചു തരുമോ? ഇടുക്കിന്ന് വന്നോണ്ടാ പറയണ സാധനം എന്താ പറയല്ലേ? ഫുഡ് ഐറ്റം ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ വയറ് നിറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫുൾ ഗോട്ട് മന്തി. ഒരാടിനെ മൊത്തം നിനക്ക് കഴി ജോസ് ഇല്ല, ഇവിടെ ഒരു കോംബോ പാക്ക് ഉണ്ട്. ആ കോംബോ പാക്ക് മേടിച്ചു തരാൻ പറ്റുമോ? ഉറപ്പാണോ? ഓക്കെ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എന്താണെന്ന് അറിയാലോ? സോ അപ്പൊ ഇതിന്റെ റൂൾ എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഓരോന്ന് നിങ്ങൾ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇത് ഇവിടെ നിലത്ത് ഇങ്ങനെ വെക്കത്തുള്ളൂ. ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് അവിടെ വെക്കണം. 3 എണ്ണം വെക്കണം. ആദ്യം ആര് കംപ്ലീറ്റ് ആകുന്നോ ആൾക്ക് ഫുഡ് ആയിട്ട്. മനസ്സ് പറയുന്ന കേട്ടോ, ഇത് മിക്കവാറും ഞാൻ ഫസ്റ്റ് തന്നെ ആയിരിക്കും. 3 ട്രൈ ചെയ്യുള്ളൂ. ബ്രോ 3 ഞാൻ ചിലപ്പോ 1 തന്നെ 3 ഇട്ടു. ബ്രോ ഇങ്ങനെ അങ്ങനെ 3 ഇല്ല, പറ്റത്തില്ല. ക്രൂ അങ്ങനെ പറഞ്ഞില്ലാതെ ഞാൻ ചിലപ്പോ അങ്ങനെ ഇട്ടാണ് കേട്ടോ. എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. നീ തന്നെയാണോ ഇതിന്റെ തേങ്ങ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അയ്യോ ഇതൊന്നും ഒന്നും അല്ലെന്ന്. ഇതേപോലത്തെ ഒരു 10 ചലഞ്ച് ഉണ്ട്. ഫുള്ള് ഞാൻ തിന്നും. ഞാൻ ഇങ്ങനെ തട്ടി വെക്കും. അയ്യോ, നമ്മള് ഒരെണ്ണം കിട്ടിയില്ലടാ. നമുക്ക് ചാൻസ് പോലും കിട്ടിയില്ല ബ്രോ. അത് ചേട്ടന്റെ ഒരു നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കിട്ടൂല. ഒന്ന് റീവൈൻഡ് ചെയ്ത് സ്ലോ മോഷനിൽ ആലോചിച്ച് നോക്ക്. അങ്ങനെ അവസാനം എഡ്വിൻ BCB
ഒരു ചാലഞ്ച് ചെയ്യിച്ച്. പക്ഷേ ഇതുണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വക്രിയുടെ പെർഫോമൻസ്? കാക്കക്കോയിൽ മീഡിയ എന്ന് വിളിച്ചിട്ടുണ്ട് അടുത്ത ഇന്റർവ്യൂ. സത്യത്തിൽ ഇതിങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, 2-3 ചാനലിൽ വിളിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഫുഡ് വന്നിട്ടാണ്. വക്രി ഒരു കിടിലൻ ഐറ്റാണ് എന്താന്നറിയോ? ഗ്രിൽഡ് ഫിഷ് വിത്ത് ഗാർലിക് ബ്രെഡ്. വെയിറ്റ് ചെയ്യടാ, ഒന്ന് പറഞ്ഞോട്ടാ, പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരെ. ഇതിനെ കുറിച്ച് ഞാൻ പിള്ളേരെ കാണിച്ചെടുക്കട്ടെ ഗൈസ്. ഗ്രിൽഡ് ഫിഷ് ഒരു ഗാർലിക് ബണ്ണ് വേണമെങ്കിൽ ക്രൂവിന് തരാം. ഒരു ബണ്ണ് ആത്മാവിന് സാപ്പിട്. ഇങ്ങനെയാണ് പിള്ളേരായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് 4 ഫുഡ് ഐറ്റം കിട്ടിയില്ല. ക്രൂവിന് എന്തായാലും തരാൻ ഇയാൾക്ക് തോന്നിയാ? ഓ ശരി അമ്മോ, അങ്ങനെയോ? ഇല്ല എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു ബ്രോ. നല്ല കിട്ടിയുള്ളൂ. കിട്ടിയില്ല, ഇങ്ങനെ രക്ഷയില്ലാണ്ടിരിക്കും. ഇതുണ്ടോ, ഇതിങ്ങനെ മുക്കിയിട്ട് ഇതിങ്ങനെ മുക്കിയിട്ടുണ്ടല്ലോ. കൈ വറക്കണം നിന്റെ. അല്ല, മീൻ പിടക്കുന്ന മീനാ. ഗാർലിക് ബ്രെഡ് കൂട്ടി ഒന്ന് കഴിച്ചു കൂട്ടി. ഇത് ഇങ്ങനെ എടുത്തിട്ട് സത്യം പറയല്ലേ ബ്രോയ്ക്ക് ഒരു പിടി. എനിക്ക് കഴി അങ്ങനെ കേറി വരും, സീൻ വരും, പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴോ അതൊക്കെ മറികടിക്കണം. സാധനം എങ്ങനെയുണ്ട്? അടിപൊളി ബ്രോ. ഇത് കഴിച്ചു നോക്കിയേ. ബ്രോയ്ക്ക് എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. ബ്രോ കഴിച്ചോ? സത്യമായിട്ട് കഴിച്ചോ? ബ്രോ കഴിക്കുകയാണെങ്കിൽ സത്യമായിട്ട് കഴിച്ചോ. അങ്ങനെ കഴിച്ചാൽ ചിലപ്പോ പ്രശ്നമാകും കേട്ടോ. അത് ബലം പിടിക്കരുത്. രണ്ടുപേർക്കും തരൂല. എന്ത് കഴിയുന്നൊക്കെ സോ ഒന്നും കിട്ടാത്ത ഡോമിനേറ്റർ വേണ്ടിട്ട് ഇവര് ഒരു ഫുൾ കോംബോ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ചലഞ്ച് ഉണ്ട്. ഇച്ചിരി സബില്ലേ, ആ സാധനം കഴിക്കണം. അത് 1 ബൈറ്റ് കഴിക്കണം. ഇതെന്റെ ഐറ്റം ആണോ? ഇവനാണ് ആ മേഖലയിൽ. ഇവന് ഓൾറെഡി ഇപ്പൊ ടോപ്പ് ഐറ്റം കിട്ടി. ഇത് ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? പറ്റും. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അത് ഇവിടെയും ഈ കടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഡോമിനെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഡോമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? 1 ബൈറ്റിൽ അത്രക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഡോമിനേറ്റർ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടോ? അത് പക്ഷേ ഞാൻ കാര്യം പറയാം, അവൻ കഴിച്ചില്ലെങ്കിൽ ഇയാൾക്ക് മറ്റേ ഫുൾ കോമ്പോയും കിട്ടത്തില്ല. മാങ്ങ കഴിച്ചോന്ന് ഇതേവരെ വാവിട്ട് പുറത്തു പോയിട്ടില്ല. ഇല്ല, അല്ല പോയിട്ടുണ്ട്. ബ്രോ ലാസ്റ്റ് റൗണ്ട് എനിക്ക് തന്നല്ലേ പീസ്, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കഴിക്കും. അത് അയാൾ എന്നെ കഴിക്കുന്ന പറഞ്ഞത്. അത് ഇവൻ കഴിക്കുന്നല്ല പറഞ്ഞത്. ഇവൻ കഴിക്കുന്നല്ല പറഞ്ഞത്, അയാൾ എന്നെ കഴിക്കുന്ന പറഞ്ഞത്. അങ്ങനെയാണ് പറയുന്നില്ല, ഇവൻ കഴിക്കുന്നു. എല്ലാരും ഈ ഇക്രു അങ്ങനെ എല്ലാരെയും ഇങ്ങനെ പറ്റിക്കും. അപ്പൊ ഞാൻ കഴിച്ച് ബ്രോയ്ക്ക് നേടിത്തരണം അല്ലേ? ഞാൻ ചലഞ്ച് എന്റെ ഡോം ജേണിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു. സാധനത്തിനുണ്ട് കഴിച്ചു തീർത്താൽ ഇയാൾക്ക് ഒരു ഫുൾ കോംബോ കിട്ടും. ഇത് ഞാൻ ചോദിച്ചത് മറ്റേനേക്കാളും കുറച്ചുകൂടെ നീട്ടം കൂടുതൽ. അല്ല ബ്രോയ്ക്ക് ഇത് ഫുള്ള് ബ്രോയ്ക്ക് ഇത് കിട്ടുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ ബ്രോക്ക് ഇതും പോയി അതും പോയി. അത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത് മറ്റേനേക്കാളും വലുതാണ്. അത് ഇതിനകത്ത് ഫിഷിന്റെ മുള്ളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ധൈര്യമായിട്ട് കഴിച്ചോ. ഇത് കേറൂല, ഇത് വക്രിയുടെ വയറ്റിൽ കേറൂല. ഞാൻ കാര്യം പണ്ട് ഒരു കോമ്പോ പോയിട്ടോ, പോയി ഇത് നോക്കണ്ട, ഇത് കേറൂല. എനിക്ക് ഞാൻ പറഞ്ഞില്ല എത്തൂല, അത് കേറൂലെന്ന്. ഇല്ല, കേറൂല. എനിക്കറിയായിരുന്നു കറക്റ്റാണ് കഴിച്ചത്. എന്റെ മോനെ
ഇതൊക്കെ ഒരു വിഷയമുള്ള കേസാണ്. DBCB ഇന്നലെ തിന്നാൻ തുടങ്ങിയല്ലോ അല്ലേ? DBCB എന്ത് ഒരു പണ്ണും കൂടി എടുക്കട്ടെ, ഒരു സബും കൂടി എടുക്കട്ടെ, ഒരു വിഷബും കൂടി എടുക്കട്ടെ. ഒരെണ്ണം കൂടി എടുക്കട്ടെ. ഇത് 2 എണ്ണം വേണമെന്നോ? വേണേ ഇത് ബാക്കി കൂടെ കഴിച്ചു കൊടുത്താ. അപ്പൊ എന്തായാലും DBCB ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ഒറ്റ ബൈറ്റിൽ നടന്നിട്ടില്ല. ഒരു 90% ജയിച്ചവൻ. 90 അല്ല 95. 95% പക്ഷെ ആ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇത്ര കഴിച്ചുകൊണ്ട് അല്ല എന്നോട് ഞാൻ ആദ്യമേ തുടക്കമേ പറഞ്ഞ വേണ്ട, വേണമെങ്കിൽ അതെങ്കിലും കൊടുക്കുക, അയാൾക്ക് അതെങ്കിലും കഴിക്കട്ടെ. ബ്രോ 1 ബൈറ്റ് കിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതും പോയി അതും പോയല്ലേ. അല്ല വേറെ അല്ല ബ്രോ എല്ലാവരും അഫോർഡബിൾ ആണെന്ന് മേടിച്ച് വെച്ചോ വേണമെങ്കിൽ. അല്ല വേറെ ബ്രോക്കെങ്കിലും കഴിക്കായിരുന്നില്ല, അപ്പൊ ഇതെങ്കിലും കിട്ടുമായിരുന്നില്ലേ? ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. ബ്രോക്ക് സബ്ബും ഇല്ല കോംബോയും ഇല്ല. അത് കുഴപ്പമില്ല, ഒരു സബല്ലേ. ശരിയാ, കുഴപ്പമില്ല. ഇവൻ വേറെ വാങ്ങിച്ചത് അല്ലടാ. ഞാനാ ബ്രോ അല്ലേ മേടിച്ച് കഴിക്കുന്നു പറഞ്ഞത്? ഇവൻ വാങ്ങിക്കുന്നു. ഞാൻ മേടിച്ചു ബ്രോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഫുഡായിരുന്നു ബ്രോ. ഇഷ്ടപ്പെട്ടാ? ഇവന് ഇഷ്ടപ്പെട്ടു. ഒരു നഷ്ടപ്പെട്ടത് അവന്. അത് ശരിയാണ്. ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാ നീ കഴിക്കാൻ അവനിട്ട് കിട്ടൂല, നീ അവന് ഫുഡ് കഴിക്കും ചെയ്ത്. എന്താണ് ബ്രോ? വേറെ വാങ്ങിച്ചു. ബ്രോക്ക് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചതാ. 169 ബ്രോ. ഈ ഇവിടുത്തെ കോംബോ ഫുൾ ഓർഡർ ചെയ്തോ. ആണോ? ഇയാൾക്ക് മാത്രം കൊടുക്കരുത്. ഫുള്ള് ബ്രോ ഓർഡർ ചെയ്താൽ പൈസ പൊട്ട പവർ വരട്ടെ. എന്താ ബ്രോ കാശ്? അല്ല ജിപേ. കഴിഞ്ഞില്ലേ? ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ചലഞ്ച് അടിപൊളി. ഫുഡ് അതിനേക്കാൾ അടിപൊളി. ബ്രോയുടെ പേരെന്താ? അടിപൊളി. ഇനി എന്നോട് ചോദിക്കേ. ബ്രോ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടില്ല. അച്ഛന്റെ പേരെന്താ? ഫുഡ് കിട്ടില്ല. കേട്ടില്ല ബ്രോ പറയേ. ഇത് വേറൊന്നുമില്ല, നല്ല ചലഞ്ചാ. അല്ല ഫുഡ് ഗൈസ്, അപ്പൊ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആണ്. നമ്മുടെ കാക്കനാടുള്ള എടച്ചിറയിലാണ് നമ്മുടെ ഫിഷ് ബേ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ഓർഡർ ചെയ്തു. ഈ ലാസ്റ്റത്തെ സബ്ബു. ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ. Para